Hi guys, happy Christmas. Good afternoon. Good afternoon, ma'am. Good afternoon. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാം നമുക്ക് കേട്ടോ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. പിന്നെ ഓൺ മ്യൂട്ട് കൊടുക്കാണ്, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഫാർമസി നമ്മൾ തുടങ്ങിയിരുന്നു അല്ലെ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമസി തുടങ്ങിയിട്ടുണ്ട് അല്ലെ? എന്താണ് ഫാർമസി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? പിന്നെ ഫാർമസിസ്റ്റ് ആരാണ് അല്ലെ? പിന്നെ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? ഫാർമസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അല്ലെ? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഒരു ഫാർമസിക്കകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാർമസി അല്ലെ? ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു. പിന്നെ എന്തായിരുന്നു നമ്മൾ കണ്ടത്? എന്തായിരുന്നു പിന്നെ? ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ? ഒരു ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതെ, അതിന് ഫുള്ളായിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ 10ാമത്തെ പോയിന്റ് വരെ പറഞ്ഞു നിർത്തി. ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞില്ല. എക്യുപ്മെന്റ്സ് തൊട്ടുള്ളത് നമുക്കിനി പറയാനുണ്ട് അല്ലെ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഇതിന്റെ മെസ്സേജ് കണ്ടത് ഞാന് ഇപ്പൊ ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടെന്നോ അങ്ങനത്തെ മെസ്സേജ് കണ്ടല്ലോ. ഇത് ICU എടുത്തതാണ് കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഞാനാണ് എടുത്തത്. എടുത്ത് കഴിഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ അത്. ഓക്കെ, എനിക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ചാപ്റ്ററുകളായിരുന്നു. ICU ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ തന്നെ ഭാഗമാണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചറിന്റെ തന്നെ ഭാഗമാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അതിനകത്ത് നോക്കാം എക്യുപ്മെന്റ്സ് കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മള് പറഞ്ഞത്? യെസ്, അതായത് എപ്പോഴും ഒരു OP ഫാർമസിയുടെ ലുക്ക് അല്ല, അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം? കുറെ കൂടെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മരുന്ന് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന ഫാർമസിയുടെ അവിടെയുള്ള ചുമരുകളിലൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകൾ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് എന്താണ് ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. ഫാർമസി സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. ലൈബ്രറി ഉണ്ടായിരിക്കണം. അങ്ങനെ ഓക്കെ. അപ്പൊ ആ രീതിയിൽ അതുപോലെ റേഡിയോ ഐസോട്ടോപ്പുകളാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള ഡിസ്പെൻസിങ് അല്ലെങ്കിൽ സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് നോക്കേണ്ടത് എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഓക്കെ, എന്തെല്ലാം എക്യുപ്മെന്റ്സുകളാണ് ഒരു ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കേണ്ടത്? എന്തെല്ലാം എക്യുപ്മെന്റ്സുകളാണ്? അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത്
പ്രിസ്ക്രിപ്ഷൻ കേസ് ആണ് പറയുന്നത് അല്ലെ. നമുക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ വെക്കാനായിട്ട് എന്ത് വേണം? ഒരു ചെറിയൊരു ബോക്സ് പോലെ അല്ലെ വേണ്ടേ? അതിനൊരു കേസ് എന്നാണ് പറയുക. അപ്പൊ ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഡ്രഗ് സ്റ്റോക്ക് കവേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാനുള്ള കപ്പേഴ്സുകൾ അല്ലെ, കപ്പേഴ്സുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഷെൽഫുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഷെൽഫുകൾ അതുപോലെ തന്നെ ഡ്രോയറുകളൊക്കെ ഉണ്ടായിരിക്കണം. എല്ലാ മരുന്നും ഒരുപോലെയല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ജനറൽ മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്ന പോലെയല്ല നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ചില മരുന്നുകൾ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പൊ അത്തരത്തില് മരുന്നുകൾ വെക്കാനായിട്ട് കപ്പേഴ്സുകളും ഷെൽഫുകളും ഡ്രോയറുകളും ഉണ്ടായിരിക്കണം. ക്ലിയർ? പിന്നെന്താണ്? സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കപ്പേർഡ് സ്പേസ് കേട്ടോ. അതോടൊപ്പം തന്നെ എന്താണ്? ഈ കബേർഡിനകത്ത് തന്നെ എന്ത് വേണം? സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അവിടെ ബില്ല് പേയ്മെന്റ് ചെയ്യുന്നിടത്ത് അവരുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രോയർ നിങ്ങൾ കണ്ടിട്ടില്ല. ആ ഡ്രോയർ കഴിക്കുമ്പോൾ അതിന്റെ തന്നെ പല സെക്ഷണൽ ക്യാബിനറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. 5 രൂപ കോയിൻ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ 1 രൂപ കോയിൻ, 2 രൂപ കോയിൻ, അങ്ങനെ സെപ്പറേറ്റ് ഒരു ഡ്രോയ്ക്കകത്ത് തന്നെ സെക്ഷണൽ ആയിട്ടുള്ള കുറെ ക്യാബിനറ്റ്സുകൾ ഉണ്ടായിരിക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ? അതൊക്കെ നമുക്ക് അവരെല്ലാം അങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതേ രീതിയിൽ ഫാർമസിക്കകത്തും എന്തുണ്ടായിരിക്കണം? സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. അതുപോലെ തന്നെ വർക്ക് ടേബിളും കൗണ്ടറുകളും ഒക്കെ ഉണ്ടായിരിക്കണം. ഇവര് ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ആ ടേബിളിലാണ് ഇവര് പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള മരുന്നുകളൊക്കെ കൊണ്ടുവയ്ക്കാനും അത്യാവശ്യം എന്തെങ്കിലും എഴുതാനും മറ്റുള്ളതിനായിട്ട് വർക്ക് ടേബിൾസും കൗണ്ടേഴ്സും ഒക്കെ ഉണ്ടായിരിക്കണം. ക്ലിയർ? പിന്നെ എന്താണ്? സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് അല്ലെ. സിങ്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും അവർക്ക് കൈ വാഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്ടൻസിൽസ് ഒക്കെ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിങ്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? ക്യാബിനറ്റ് ടു സ്റ്റോർ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്. എന്താണ് മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറയുന്നത്? നമ്മൾ ഈ മെഡിസിൻസുകളൊക്കെ ഗ്രൈൻഡ് ചെയ്യാനും ചതയ്ക്കാനും ഇടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഇതിനാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഈ ഉള്ളിയൊക്കെ ചതയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പണ്ട് നിങ്ങൾ മറ്റേ മെഡിമിക്സിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? മെഡിമിക്സ് എന്ന ഒരു സോപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പരസ്യത്തിലുണ്ട് ഈ സാധനം. ഒരു എന്താ പറയുക, ഉള്ളിയൊക്കെ ചതയ്ക്കണ പോലത്തെ കണ്ടിട്ടില്ലേ സാധനം? അതാണ് സാധനം മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്. മനസ്സിലായി? നമ്മുടെ വീടുകളിലും ഉണ്ടായിരിക്കും കേട്ടോ. ഉള്ളിയൊക്കെ ചതയ്ക്കാനൊക്കെ ആയിട്ടുള്ളത്. ഇവിടെ എന്താണ് പർപ്പസ്? ഡ്രഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഗ്രൈൻഡ് ചെയ്യാനായിട്ടും പൊടിക്കാനും ഇടിക്കാനും ചതയ്ക്കാനൊക്കെയുള്ള ഒരു ചെറിയ എക്യുപ്മെന്റ് ആണ് മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറയുന്നത്. അത് സൂക്ഷിക്കാനുള്ള ഒരു ക്യാബിനറ്റും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? കബേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് പിന്നെന്താണ്? കബേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്കുകൾ, കോണിക്കൽ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ബീക്കറുകൾ ഉണ്ടായിരിക്കും, ഫണലുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, എക്യുപ്മെന്റ്സുകൾ. അപ്പൊ അതൊക്കെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം കബേർഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി. അനുയോജ്യമായിട്ടുള്ള കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള റെഫ്രിജറേറ്ററുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ചില വിറ്റമിൻസ്, ഹോർമോൺസ്, അതെല്ലാം തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? അത് സാധാരണ ഒരു റൂം ടെമ്പറേച്ചറിനൊക്കെ താഴെയുള്ള ടെമ്പറേച്ചർ, അതായത് കോൾഡ് സ്റ്റോറേജ് ഒക്കെ ആയിട്ടാണ് നമ്മളത് കീപ്പ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്റർ അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ് ആണ് അല്ലെ. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള റെഫ്രിജറേറ്ററുകൾ എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെന്താണ് പറയുന്നത്? നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് ഡ്രഗ്സുകൾ എന്താ പറയുക ഉപയോഗിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന മയക്കുന്ന മരുന്നുകളാണ് അല്ലെ. അനസ്തേഷ്യ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ പ്രത്യേകം എന്താണ്? സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് കബേർഡുകൾ അതുപോലെ ലോക്കറുകളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ലോക്ക്ഡ് ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, റേഡിയോ ഐസോടോപ്സ് ആയിട്ടുള്ള മെഡിസിൻസ് ആണെങ്കിൽ അതിന് ഡബിൾ ലോക്കുള്ള ഡ്രോയറുകളൊക്കെ വേണം ഉപയോഗിക്കാൻ. എന്നതുപോലെ നാർക്കോട്ടിക്സ് ഡ്രഗ്സുകളും ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ലോക്ക്ഡ് ആയിട്ടുള്ള ഡ്രോയറുകൾ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അത്തരം സൗകര്യങ്ങളും എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കണം.
ഓക്കെ. പിന്നെന്താണ് ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ് അല്ലെ. അതായത് ഒരു ഓഫീസ് ടേബിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഓഫീസ് ടേബിൾ അവിടെ ഈ പറയുന്ന പോലെ ഫയൽസ് ഒക്കെ കീപ്പ് ചെയ്യാൻ, ഫയൽസ് ഒക്കെ വെക്കാനും അതുപോലെ അത്യാവശ്യം ഒരു ടെലിഫോൺ കണക്ഷൻ ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുമായിട്ട് ഒരു ടെലിഫോൺ കണക്ഷൻ വിത്ത് ഈ പറയുന്ന ഓഫീസ് ടേബിളിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഫയൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, ഫയലുകളൊക്കെ വെക്കാനായിട്ട്. പിന്നെന്താണ് ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് എന്നാണ് കേട്ടോ. നഴ്സസ് എന്ന് എഴുതാം കേട്ടോ. ഈ ഒരു വാക്ക് വ്യത്യാസമുണ്ട്, അത് വെട്ടിയിട്ട് നഴ്സസ് എന്ന് എഴുതാം കേട്ടോ. NURSES കേട്ടോ, നഴ്സസ്. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. നഴ്സുമാർക്കും അതുപോലെ തന്നെ എന്താണ് ഔട്ട് പേഷ്യൻസിനും ഡിസ്പെൻസ് ചെയ്യാനായിട്ട്, മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാനായിട്ടുള്ള വിൻഡോസ്, അത് കഴിവതും ഒരു സെപ്പറേറ്റ് വിൻഡോ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ഔട്ട് പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് ഒരു വിൻഡോ ആണെങ്കിൽ നഴ്സ്, ഇപ്പൊ വാർഡില് ഇൻചാർജ് ഉള്ള നഴ്സുമാര് പ്രത്യേക അവിടെ എന്ന് പറയുമ്പോൾ ഇൻ പേഷ്യൻസിന് വേണ്ടിയിട്ടായിരിക്കും, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കാനായിരിക്കും. അവർക്ക് കുറെ കൂടി ചിലപ്പോൾ എമർജൻസി ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള സെപ്പറേറ്റ് എന്താ പറയാ വിൻഡോ അതും ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത് കേട്ടോ. ഔട്ട് പേഷ്യൻസിനും നഴ്സസിനും മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാനുള്ള വിൻഡോ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൽ പിന്നെ കൂടുതൽ നമുക്ക് അറിയാനൊന്നുമില്ല. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു ഫാർമസിക്ക് എന്ത് ഉണ്ടായിരിക്കും. അതാണ് ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് പറയുന്നത്. മനസ്സിലായോ? ഇനി ആ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഒരു 10 പോയിന്റ് പറഞ്ഞു. അതോടൊപ്പം തന്നെ അതുമായിട്ട് അവിടെ ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ കണ്ടു. ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. സ്റ്റാഫിങ്ങിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാർമസിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയിലോട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, അതുപോലെ ക്ലാസ് കേൾക്കുന്ന സമയത്തും ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെയാണ് സ്റ്റാഫിംഗ് കേട്ടോ. നമ്മളൊരു ഫാർമസിയുടെ സ്റ്റാഫിങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, there should be drug and therapeutic committee for the advice and decision making. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ തുടക്കം ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞപ്പോ അതിന്റെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകളൊക്കെ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്, അതുപോലെ തന്നെ അവരുടെ ഒരു ലക്ഷ്യവും കൂടിയാണെന്ന് പറഞ്ഞത്. ആ കമ്മിറ്റിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അതായത് there should be ഒരു ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ അവർക്ക് വേണ്ട ഗൈഡൻസ്, മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റീനെ പറയുന്ന പേരാണ് ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് DTC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, DTC. ഓക്കെ, DTC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. എന്ത് കമ്മിറ്റിയാണ്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് എന്താ പറയാ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഫാർമസിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയും അവർ ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടായിരിക്കും. ഈ കമ്മിറ്റിയെ പറ്റി നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഒരു സ്റ്റാഫിങ്ങിൽ പെടുന്ന ഒരു കാര്യമാണ്. അത് കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റലില് ആവശ്യമുള്ള ഫാർമസിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാണ്. ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ബെഡ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? the number of pharmacists required in the hospital depends on the bed strength of that hospital. അതായത് ആ ഒരു ഹോസ്പിറ്റലിലുള്ള ബെഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ എത്ര ഫാർമസിസ്റ്റുകൾ വേണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. The number of pharmacists required depends on the എന്തിനെയാണ് ആശ്രയിക്കുന്നത്? നമ്പർ ഓഫ് ബെഡ്സ് അഥവാ ബെഡ് സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ പോയിന്റ് പഠിക്കണം കേട്ടോ. ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്.
അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാബുലാർ ഫോം ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ അത് പഠിക്കണം കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. നോക്കിക്കേ, ബെഡ് സ്ട്രെങ്ത്, നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്, ഇമ്പോർട്ടന്റ് ഇട്ട് വെക്കാം കേട്ടോ. നോക്കിയേ, അപ് ടു 50 ബെഡ്സ്, അതായത് 50 ബെഡ് വരെയാണ്. 50 ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര ഫാർമസിസ്റ്റുകളാണ് ആവശ്യം? 3 ആണ് കേട്ടോ. 3. അപ് ടു 50 ബെഡ്സ് വരെയാണെങ്കിൽ 3 ഫാർമസിസ്റ്റ് ആർ റിക്വയർഡ്. ഓക്കെ. ദെൻ അപ് ടു 100 ബെഡ്സ്, 100 ബെഡുകൾ വരെയാണെങ്കിൽ 5 ഫാർമസിസ്റ്റ് ആണ് അവിടെ ആവശ്യപ്പെടുക. ഓക്കെ. അടുത്തതോ അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ 8 ഫാർമസിസ്റ്റ്, അപ് ടു 300 ബെഡ്സ് ആണെങ്കിൽ 10, അപ് ടു 500 ബെഡ്സ് ആണെങ്കിൽ 15. ഓക്കെ. അപ്പൊ അത് പ്രത്യേകം ഓർത്ത് വെക്കാം. 50 ബെഡ് വരെയാണെങ്കിൽ അവിടെ 3 ഫാർമസിസ്റ്റ് വേണം. 100 ബെഡ് വരെയാണെങ്കിൽ 5, 200 ബെഡ് വരെയാണെങ്കിൽ ബെഡ് സ്ട്രെങ്ത് 200 ഉണ്ടെങ്കിൽ അവിടെ 8 ഫാർമസിസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. 300 ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ 10 ഫാർമസിസ്റ്റുകളും, 500 ബെഡ് വരെയുള്ള അത്രയും ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ 15 ഫാർമസിസ്റ്റുകളും ഒക്കെ ആവശ്യമായിട്ട് വരും. ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം? ചിലപ്പോൾ നിങ്ങളോട് ബെഡ് സ്ട്രെങ്ത് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ബെഡ് സ്ട്രെങ്ത്തിന് എത്ര ഫാർമസിസ്റ്റുകൾ ആവശ്യമുണ്ട് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതറിയണം. തിരിച്ചും ചോദിക്കാം. ഇപ്പൊ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് തന്നിട്ട് ഇത്രയും ഫാർമസിസ്റ്റുകൾ എത്ര ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിനാണ് എന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് അറിയണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഡിപെൻഡ്സ് അപ്പോൺ ദ ബെഡ് സ്ട്രെങ്ത്, അഥവാ നമ്പർ ഓഫ് ബെഡ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തതാണ് ഫ്ലോ ചാർട്ട് ഫോർ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. അതായത് ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് എണ്ണത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഫാർമസിസ്റ്റുകളുടെ ആ ഒരു എന്താ പറയുക റിക്വയർമെന്റിനെ സംബന്ധിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഫ്ലോ ചാർട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ. എങ്ങനെയാണ് എന്റെ ഓർഡർ? ശരിക്കും ഒരു ഓർഗാനോഗ്രാം പോലെയാണ്, അത്രയ്ക്കല്ല എങ്കിലും അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഓരോ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഏറ്റവും ടോപ്പിൽ വരുന്നത് എന്താണ്? ഡയറക്ടർ ആണ്. ആരാണ്? ഡയറക്ടർ. ഓക്കെ. അപ്പൊ ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒരു ഫാർമസിയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആരാണെന്നൊന്നും പഠിക്കണ്ട, ഡയറക്ടർ ഉണ്ട്. ആരാണ് ഈ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അദ്ദേഹം വന്നിട്ട് എന്താണ്? ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫാർമസിസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ആര്? ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ മിക്കവാറും ഫാംഡി കോഴ്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. ഫാംഡി നിങ്ങൾ കേട്ടിട്ടില്ലേ? കുറെ ഫാർമസി കോഴ്സുകളുണ്ട്. ബി ഫാം ഉണ്ട്, ഡി ഫാം ഉണ്ട്, ഫാംഡി ഉണ്ട്. ഓക്കെ. ഇതൊക്കെ വ്യത്യാസമുണ്ട്. ബി ഫാം എന്ന് പറഞ്ഞാൽ ബാച്ചുലർ ഓഫ് ഫാർമസി ആണ് കേട്ടോ. നമ്മൾ ഡിഗ്രി ചെയ്യില്ലേ, എന്നതുപോലെ ഫാർമസിയിൽ എടുത്തൊരു ഡിഗ്രിയാണ് ബാച്ചുലർ ഓഫ് ഫാർമസി എന്ന് പറയുന്നത്. 4 വർഷത്തെ ഒരു കോഴ്സാണ്, പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഡി ഫാം ഉണ്ട്. ഡി ഫാം എന്താണ്? ഡിപ്ലോമ ആണ് കേട്ടോ. ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. അത് 2 വർഷത്തെ ഒരു കോഴ്സാണ്, ഡിപ്ലോമ ഇൻ ഫാർമസി. ഇനി ഫാം ഡി ഉണ്ട്. ഫാം ഡി എന്താണ്? ഫാം ഡിയും ഡി ഫാമും വ്യത്യാസമുണ്ട് കേട്ടോ. ഡി ഫാം എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. ഫാം ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ ഓഫ് ഫാർമസി ആണ് കേട്ടോ. ഡോക്ടർ ഓഫ് ഫാർമസി. ഏത് ഡോക്ടറാ? MBBS ഡോക്ടർ അല്ല, PhD ചെയ്യില്ലേ നമ്മള്? PhD എടുത്ത ആൾക്കാരെ നമ്മൾ ഡോക്ടർ എന്നല്ലേ പറയാ? യെസ്, അതാണ്. റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളില്ലേ ഫാർമസിക്കകത്ത്, അങ്ങനെയുള്ളത്. അതാണ് ഫാം ഡി കോഴ്സ് എന്ന് പറയുന്നത്. ഇനി എം ഫാം ഉണ്ട്. എം ഫാം എന്താണ്? അത് മാസ്റ്റർ ഓഫ് ഫാർമസി. അതായത് നമ്മൾ ഫാർമസിക്കകത്ത് ഒരു PG എടുക്കില്ലേ, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കില്ലേ, അതാണ് എം ഫാം എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇവിടെ ഡയറക്ടർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. മിക്കവാറും അത് ഫാം ഡി കഴിഞ്ഞിട്ടുള്ള എന്താ പറയാ ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. ഇനി അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ആരാണ് വരുന്നത്? സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് അഥവാ ചീഫ് ഫാർമസിസ്റ്റ്. രണ്ടും സെയിം ആണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് എന്ന് പറയാം. എന്താണ് ലച്ചു? ഡി ഫാം. മോളെ ഡി ഫാം അതാ ഞാൻ പറഞ്ഞത്. ഡി ഫാം എന്ന് പറഞ്ഞാല് ഡിപ്ലോമ ഇൻ ഫാർമസി. ഓക്കെ. അത് ഡിപ്ലോമ കോഴ്സാണ്. ഇത് 2 വർഷത്തെ കോഴ്സാണ്. ഫാം ഡി എന്ന് പറയുന്നത് വേറെയാണ്. മനസ്സിലായി? ഫാം ഡി എന്ന് പറയുന്നത് വേറെയാണ്.
അത് ഡോക്ടർ ഓഫ് ഫാർമസിയാണ് കേട്ടോ. ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ച് ഒക്കെ എടുക്കില്ലേ നമ്മൾ, PhD എടുക്കില്ലേ ഫാർമസിയില്, അത് എത്ര നാള് പഠിക്കണം? ബി ഫാമും കഴിഞ്ഞ് M.Pharm കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഫാം ഡി എന്ന് പറയുന്നത്. ഡി ഫാം എന്ന് പറഞ്ഞ ഡിപ്ലോമ കോഴ്സ് ആണ്, അത് വെറും 2 വർഷത്തെ കോഴ്സ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റ്, ചീഫ് ഫാർമസിസ്റ്റിന്റെ യോഗ്യത എന്താണ്? M.Pharm ആണ് കേട്ടോ. മാസ്റ്റർ ഓഫ് ഫാർമസി ആണ്. ഓക്കെ, അപ്പൊ ഡയറക്ടർ അറിയാലോ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഡയറക്ടർ ആണ്. അദ്ദേഹം ഒരു ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല, ഹി പ്രൊവൈഡ്സ് ദ ഗൈഡൻസ്, അല്ലെ, ഹി പ്രൊവൈഡ്സ് ദ ഗൈഡൻസ് ഫോർ ദ യൂസ് ഓഫ് മെഡിസിൻസ് ഇൻ എ ഹെൽത്ത് ഫെസിലിറ്റി. ഒരു ഹെൽത്ത് ഫെസിലിറ്റിക്കകത്ത് എങ്ങനെ മെഡിസിൻസ് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തിയായിരിക്കും ഡയറക്ടർ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഡയറക്ടർ. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയാണ് ആര് വരുന്നത്? ചീഫ് ഫാർമസിസ്റ്റ് വരുന്നത്. അവരുടെ യോഗ്യത എന്താണ്? M.Pharm ആണ്. അതിന് തന്നെയാണ് നമ്മൾ സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് എന്ന് പറയുന്നത്. അവരെന്ന് പറഞ്ഞ എന്താണ്? അദ്ദേഹം ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും, ഹു മാനേജസ് ദ എൻറ്റയർ ഫാർമസി. അതായത് ഒരു മുഴുവൻ ഫാർമസിയുടെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? M.Pharm. നിങ്ങൾ ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ തന്നതിന്റെ ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ക്വാളിഫിക്കേഷൻ തന്ന പോസ്റ്റിന്റെ പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം, ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ചീഫാണ്, ഏറ്റവും മുഖ്യനായിട്ടുള്ള ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് ക്വാളിഫൈഡ് ആയിരിക്കണം? M.Pharm ആയിരിക്കും, മാസ്റ്റർ ഓഫ് ഫാർമസി കേട്ടോ. അങ്ങനെ ചിന്തിക്കാം. ഇനി നോക്കാം, അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് 4 വിഭാഗങ്ങളിലായിട്ട് ഫാർമസിസ്റ്റുകളുണ്ട്. ഒന്നാമത്തെ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, മരുന്ന് വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിസ്റ്റ്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ കൊടുത്തേക്കുന്നത്? B.Pharm ആണ് കേട്ടോ. ബാച്ചുലർ ഓഫ് ഫാർമസി ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, B.Pharm. രണ്ടാമത്തെ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റോർ. ഓക്കെ, മെഡിക്കൽ സ്റ്റോറിൽ എന്താ ചെയ്യുന്നത്? മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ അത്തരം മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഫാർമസിസ്റ്റ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടില്ല, പക്ഷെ മിക്കവാറും B.Pharm അല്ലെങ്കിൽ B.Pharm ആയിരിക്കും കേട്ടോ. B.Pharm അല്ലെങ്കിൽ B.Pharm ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് 2 ഫാർമസിസ്റ്റ്. 2 ഫാർമസിസ്റ്റുകള്. അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് B.Pharm അല്ലെങ്കിൽ D.Pharm ആണ് കേട്ടോ. B.Pharm അല്ലെങ്കിൽ D.Pharm ആണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്പെൻസിങ് തന്നെയാണ് കേട്ടോ. മരുന്ന് വിതരണം ചെയ്യാന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി വരുന്നത്. എന്താണ് യോഗ്യത? B.Pharm അല്ലെങ്കിൽ D.Pharm ആണ് കേട്ടോ. ബാച്ചുലർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഉള്ളവർക്ക് ആ ഒരു പൊസിഷൻ നോക്കാം. ഓക്കെ, 2 ഫാർമസിസ്റ്റ് ഫോർ ഡിസ്പെൻസിങ്. ഇനി ഏറ്റവും ഒടുവിൽ എന്താണ് പറയുന്നത്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും യോഗ്യത? M.Pharm ആയിരിക്കും. M.Pharm ആയിരിക്കും. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ക്വാളിറ്റി കൺട്രോൾ ആണ്. അപ്പൊ അത് മറ്റുള്ള ഡിസ്പെൻസിങ്ങും ഡിസ്ട്രിബ്യൂഷനും പോലെയുള്ളതല്ല, കുറച്ചും കൂടെ എന്താണ് കാര്യങ്ങള് അല്ലെ, കുറേ കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ആണ് അല്ലെ. ക്വാളിറ്റി കൺട്രോൾ ആണ് അവിടെ പറയുന്നത്. കാര്യം വരുന്ന മരുന്നുകളുടെ സേഫ്റ്റി അല്ലെ, അതിന്റെ എഫിഷ്യൻസി, അത് മുൻകൂട്ടി നിശ്ചയിച്ച് ചില മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ആ മെഡിസിൻസുകളെല്ലാം സേഫ്റ്റി നോക്കുന്നുണ്ടോ, സേഫ്റ്റി ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, എഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുന്ന ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന അത്യാവശ്യം എന്ത് യോഗ്യത ആയിരിക്കണം? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആയിരിക്കും, അഥവാ M.Pharm യോഗ്യതയുള്ള ഫാർമസിസ്റ്റുകൾ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ആ ഫ്ലോ ചാർട്ട്. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ പറയാണ്. ഇവിടെ ആദ്യത്തെ നമ്മൾ ഫാർമസിസ്റ്റ് പറഞ്ഞപ്പോ ബ്രാക്കറ്റിൽ എഴുതിയിരുന്നു ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, എന്ന് വെച്ചാൽ മരുന്ന് വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു 2 ഫാർമസിസ്റ്റ് ഡിസ്പെൻസിങ്. ഈ ഡിസ്പെൻസിങ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ഉദ്ദേശിക്കുന്നത്? വിതരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതും വിതരണമാണ്, ഇതും വിതരണമാണ്. പിന്നെന്താ ഇവ തമ്മിൽ വ്യത്യാസം എന്ന് തോന്നാം. വ്യത്യാസം വേറൊന്നുമല്ല. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡ്രഗ് ഈസ് ഡെലിവേർഡ് ടു ദ ടോട്ടൽ ഹെൽത്ത് കെയർ സിസ്റ്റം. ഓക്കെ, ദ ഡ്രഗ് ഈസ് ഡെലിവേർഡ് ടു ടോട്ടൽ ഹെൽത്ത് കെയർ സിസ്റ്റം. മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളെല്ലാം തന്നെ വിതരണം ചെയ്യുന്ന, അതാണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഫാർമസിസ്റ്റുകളാണ് ആ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞ ഡിസ്പെൻസിങ് ഉണ്ടല്ലോ, അതെന്താ ഉദ്ദേശിക്കുന്നത്? അത് ഡെലിവറി ഓഫ് ഡ്രഗ് ടു ഈച്ച് പേഷ്യൻസ്. മനസ്സിലായോ? അത് ഓരോ പേഷ്യൻസിനുമായിട്ട് നമ്മൾ എന്ത് കൊടുക്കാണ്?
മരുന്ന് വിതരണം ചെയ്യാണ്. അതായത് സാധാരണ നമ്മൾ ഫാർമസിയിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചെയ്യുന്നു, നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അവർ മരുന്ന് എഴുതാം. നമ്മൾ ഓരോ പേഷ്യൻസിനായിട്ടാണ് അവിടെ മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നത്. അവിടെ പ്രവർത്തിക്കുന്ന 2 ഫാർമസിസ്റ്റുകൾ. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നി, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പെൻസിങ് സെയിം തന്നെയല്ലേ, പിന്നെന്താ അവിടെ ഒരു സെപ്പറേഷൻ വന്നേന്ന് ഒരു തോന്നൽ വരാം. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഡെലിവറി ഓഫ് ഡ്രഗ്സ് ടു ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണെങ്കിൽ, ഇവിടെ ഡിസ്പെൻസിങ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി ഓഫ് ഡ്രഗ്സ് ടു ഈച്ച് പേഷ്യന്റ് ആണ് കേട്ടോ, ഓരോ പേഷ്യന്റിനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെയാ ഫ്ലോ ചാർട്ട് വരുന്നത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഒരു ഡയറക്ടർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ എന്താണ് അഖില, ഫാം ഡി കൂടിയില്ലെന്ന. ഫാം ഡി ഇല്ല മോളെ, ഫാം ഡി എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് ഫാർമസി ആണ്, അത് റിസർച്ച് ആണ്. അത് ബി ഫാം കഴിഞ്ഞ് എം ഫാമും കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഫാം ഡി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി ആണ്, അത്യാവശ്യം കുറേയും കൂടെ എന്താ പറയാ ഉയർന്ന ക്വാളിഫിക്കേഷൻ ആണ് ഫാം ഡി. ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് മിക്കവാറും ഫാം ഡി ആയിരിക്കും. അതൊന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ, നിങ്ങൾ ഫ്ലോ ചാർട്ട് മാത്രം പഠിച്ചു വെച്ചാൽ മതി, നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു മിക്കവാറും ഒരു ഫാം ഡി കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കണം. അദ്ദേഹം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ ആണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള, ഓക്കെ അറിയില്ല, ഓക്കെ ബി ഫാം കഴിഞ്ഞതാണ് അല്ലെ, ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അതിന്റെ കീഴിൽ വരുന്നതാണ് ഇത് ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. അദ്ദേഹം എം ഫാം കഴിഞ്ഞതായിരിക്കും. ഇതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളാണ് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റ് അവരെ തന്നെയാണ് നമ്മൾ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് പഠിച്ചു വെക്കുക ഫാർമസിസ്റ്റ്, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ബി ഫാം ഉണ്ട്. പിന്നെ മെഡിക്കൽ സ്റ്റോർ ഫാർമസിസ്റ്റ്, അതുപോലെ തന്നെ ഡിസ്പെൻസിംഗ് ഏരിയയിൽ 2 ഫാർമസിസ്റ്റുകൾ. അവരുടെ യോഗ്യത ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആണ്. ഏറ്റവും ഒടുവിൽ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ദ ക്വാളിറ്റി കൺട്രോൾ. അപ്പൊ നമുക്ക് ചീഫ് ഫാർമസിസ്റ്റിന് എം ഫാം ആണ് യോഗ്യത, ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ഫാർമസിസ്റ്റിനും എം ഫാം ആണ് ക്വാളിഫിക്കേഷൻ. ബാക്കിയുള്ളതിന് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം. ഓക്കെ, ഫ്ലോ ചാർട്ട് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കുന്നുണ്ടാ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഏതാണ് ക്വാളിഫിക്കേഷൻ? അത് ബി ഫാം ആണ് കേട്ടോ, ബി ഫാം ആണ്. നിങ്ങളോട് ചോദിക്കുകയാണ് ക്വാളിറ്റി കൺട്രോൾ ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു എന്താ പറയുക റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. സോ എം ഫാം ആണ് അവരുടെ യോഗ്യത. അതുപോലെ ചീഫ് ഫാർമസിസ്റ്റിന്റെ യോഗ്യത എന്താണ്? അദ്ദേഹമാണ് മാനേജസ് ദ എൻറ്റയർ ഫാർമസി. സോ എം ഫാം ആണ് അവരുടെ യോഗ്യത. ക്ലിയർ ആണല്ലോ? അതും പഠിച്ചു വെക്കാം. ഇനി നോക്കുക, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ കമ്മിറ്റിയിലെ അംഗങ്ങളെ പറ്റി ചെറിയൊരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അത് മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. നോക്കിക്കേ, മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മിക്കവാറും ഒരു ഡോക്ടർ ആയിരിക്കും കേട്ടോ, MBBS ഡിഗ്രി ഉള്ള ആളുകളായിരിക്കും. അപ്പൊ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ മേഖലയിലും പെട്ട പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും കേട്ടോ. ഫാർമസിസ്റ്റുകൾ മാത്രമല്ല, എല്ലാം ഡോക്ടർ ഉണ്ടായിരിക്കും, നഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ HOD അല്ലെ ഹെഡുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് അടങ്ങുന്നതാണ് എന്ത് കമ്മിറ്റി? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചെയർമാൻ നോട്ട് ചെയ്ത് വെക്കാം. ചെയർമാൻ എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ടിനായിരിക്കും. പിന്നെ ഓൾ HODs അതായത് എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സും അതിലെ മെമ്പർ ആയിരിക്കും, അംഗങ്ങളായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ടന്റും മെമ്പർ ആയിരിക്കും. പിന്നെ ചീഫ് ഫാർമസിസ്റ്റ് ആരായിരിക്കും ഇതിലെ? മെമ്പർ സെക്രട്ടറി. കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരായിരിക്കും? അത് ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിന് കൂടുതൽ ചോദിക്കാൻ സാധ്യത എന്താണ്? ചെയർമാൻ ആരാണ്, മെമ്പർ സെക്രട്ടറി ആരാണ് എന്നുള്ളൊരു ചോദ്യം വരാം. അപ്പൊ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും. അതുപോലെ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ സെക്രട്ടറി, മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. ഓക്കെ, തിരിച്ചു ചോദിക്കാം കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ടന്റ് കമ്മിറ്റിയുടെ ആരാണ്? ചെയർമാൻ. ചീഫ് ഫാർമസിസ്റ്റ് കമ്മിറ്റിയുടെ ആരായിരിക്കും? മെമ്പർ സെക്രട്ടറി ആയിരിക്കും. ഇതൊരു കമ്മിറ്റിക്ക് ഒരു ചെയർമാനും സെക്രട്ടറിയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഓർക്കണം. ഇത്രയും ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയല്ലോ. പക്ഷെ സ്റ്റാഫിങ്ങിനെ പറ്റി അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ.
പ്രധാനപ്പെട്ട പോയിന്റ് അത്രയേ ഉള്ളൂ. അതായത് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഡിപെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രക്ചർ. ടാബുലാർ കോളം ബൈഹാർട്ട് ചെയ്യുക, ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കമ്മിറ്റിയുടെ എന്താ പറയുക, ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. എന്താണ് പഠിക്കാനുള്ളത്? ഫങ്ഷൻസ് ആണ് കേട്ടോ. അതായത് ഈ ഒരു കമ്മിറ്റിയുടെ, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി എന്നാണ് കേട്ടോ. ഫോർമുലറി എന്നാണ്, ഡ്രഗ് ഫോർമാലിറ്റി അല്ല, ഫോർമുലറി എന്നാണ് കേട്ടോ. ഫോർമുലറി FORMULARY എന്നാണ് കേട്ടോ. ഫോർമാലിറ്റി, ഡ്രഗ് ഫോർമാലിറ്റി എന്ന് വേണ്ട, ഡ്രഗ് ഫോർമുലറി എന്നിട്ടുള്ളൂ കേട്ടോ. ഡ്രഗ് ഫോർമുലറി. ഓക്കെ, FORMULARY. ഓക്കെ, ഫോർമുലറി. അതിനെ കുറിച്ച് ഇനി നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ സ്പെല്ലിംഗ് നോട്ട് ചെയ്തിരിക്കാം. ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ എന്താണ് ഡ്രഗ് ഫോർമുലറി എന്നറിയണം. ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് കേട്ടോ. ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ആണ് ഒരു ഹോസ്പിറ്റലില് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ആ ഒരു മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറെ കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ, ഒരു പ്രത്യേക ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പ്ലാനില് ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകൃതമായിട്ടുള്ള ചില ഒരു കൂട്ടം മരുന്നുകളുടെ ലിസ്റ്റ് ആണ് കേട്ടോ. അംഗീകൃതമായിട്ടുള്ള, അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിൻസിന്റെ ലിസ്റ്റ് ആണ്. ഓക്കെ, അതാണ് ഫോർമുലറി എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ മരുന്നുകളുടെ എന്താ പറയുക, ബ്രാൻഡ്, ആ മരുന്നുകളുടെ പേരുകള്, അങ്ങനെയുള്ളത് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മരുന്നുകളായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള മരുന്നുകളുടെ ലിസ്റ്റ്. ആ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നതിനാണ്, ഉപയോഗിക്കുന്നതായിട്ടുള്ള മരുന്നുകളാണ്. എത്രത്തോളം മരുന്നുകൾ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നത് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു കൂട്ടം മരുന്നുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കും. അതിനെയാണ് നമ്മൾ ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു ഹോസ്പിറ്റലിൽ, ഒരു ഇൻഷുറൻസ് പ്ലാനില് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിൻസിന്റെ ഒരു ലിസ്റ്റ് ആണത്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് ആ മെഡിസിന്റെ എന്താ പറയുക, ബ്രാൻഡുകൾ, അതിന്റെ പേര്, അതിന്റെ കണ്ടന്റ്സ്, അതെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മരുന്നുകളായിരിക്കും. അങ്ങനെയുള്ളതിന്റെ ഒരു ലിസ്റ്റ് ആണ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. അത്തരത്തിലൊരു ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ്? ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ചെറിയ ഹോസ്പിറ്റൽ ഉണ്ട്, വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തിന് ആവശ്യമായിട്ട് വരുന്ന മരുന്നുകൾ, ചില മരുന്നുകൾക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ചില അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന മരുന്നുകൾ ഇവര് കണ്ടെത്തിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അവരൊരു ഡ്രഗ് ഫോർമുലറി അവർ തയ്യാറാക്കും. അപ്പൊ അത് എന്ന് പറയുന്നത് അതാണ് ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഫാർമസിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. അടുത്തതാണ് ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. അതോടൊപ്പം തന്നെ എന്താണ്? മാനുഫാക്ചറർ, ശരിയായിട്ടുള്ള എന്താ പറയാ, മാനുഫാക്ചറർ, നിർമ്മാതാക്കള് അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ, പിന്നെന്താണ് സംഭരണ രീതി, അവയെല്ലാം തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം, എല്ലാ മരുന്നുകളും ചിലത് നമ്മൾ എന്ത് ചെയ്യും, മാനുഫാക്ചർ ചെയ്യും, നിർമ്മിക്കും. മറ്റു ചിലത് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. ഏതെങ്കിലും സപ്ലൈസിൽ നമ്മൾ പർച്ചേസ് ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തിന് ശരിയായിട്ടുള്ള നിർമ്മാതാക്കളെയും അല്ലെങ്കിൽ വിതരണക്കാരെയും നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മളല്ല, അവര് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ട് പ്രൊക്യൂർമെന്റ് എന്താണ്, സംഭരിച്ചു വെക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അതേ ഫാത്തിമ, കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, ആ കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഹോസ്പിറ്റൽ ഫോർമുലറി തയ്യാറാക്കുക, രണ്ടാമത്തത് ശരിയായ നിർമ്മാതാക്കളെയും വിതരണക്കാരെയും അതുപോലെ മരുന്ന് സംഭരണ രീതികളൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളതും ഈ ഒരു കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തെ എന്താണ് പറയുന്നത്? ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്. എന്താണ് ഫാർമസി എന്ന് പറഞ്ഞു? ഓക്കെ, അടുത്തത് നോക്കാം. ടു ആഡ് ഓഫ്
ന്യൂ ഡ്രഗ്സ്, ഡിലിഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. മൂന്നാമത്തെ പോയിന്റ്. അതായത് പുതിയ ഡ്രഗുകൾ ഉണ്ടല്ലോ, പുതിയ മരുന്നുകൾ നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ട് പഴയ മരുന്നുകൾ ഇല്ലാതാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നു പറഞ്ഞു. ആ ഫോർമുലറിക്കകത്ത് പുതിയ മരുന്നുകൾ നമ്മൾ ചേർക്കണം. പുതുതായിട്ട് അംഗീകൃതമായിട്ടുള്ള മരുന്നുകൾ, അല്ലെ, വളരെ സുരക്ഷിതമായിട്ടുള്ള മരുന്നുകൾ ചേർക്കുകയും അതേസമയം തന്നെ എന്താണ് മറ്റുള്ള പഴയ മരുന്നുകളെ നമ്മൾ ഇല്ലാതാക്കും. പഴയ മരുന്നുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാലഹരണപ്പെട്ടതായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫലപ്രദമല്ലാത്തതോ സുരക്ഷിതമല്ലാത്തതോ ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലറിയിൽ നിന്ന് നീക്കം ചെയ്യണം. പകരം എന്താണ്, കൂടുതൽ ഫലപ്രാപ്തിയുള്ള അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള മരുന്നുകൾ അവിടെ ആഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? നമ്മുടെ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ? അടുത്തത് എന്താണ്? ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD. OPD എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കായിട്ടുള്ള ഡ്രഗുകൾ സപ്ലൈ ചെയ്യുക, അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ട മരുന്നുകൾ, ഔട്ട് പേഷ്യൻസിനായിട്ടുള്ള മരുന്നുകൾ കൃത്യമായിട്ട് വിതരണം ചെയ്യുക. അവർക്ക് മരുന്നുകൾ കൃത്യമായിട്ട് ലഭ്യമാകുന്നുണ്ടോ, ശരിയായ ക്വാളിറ്റിയിലും സേഫ്റ്റിയിലും ഒക്കെ അവർക്ക് മരുന്നുകൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അത് ഈ കമ്മിറ്റിയുടെ എന്താണ്, ഫംഗ്ഷൻ ആണ്. ഓക്കെ, പിന്നെന്താണ്? പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. അത് മാത്രമല്ല, ഫാർമസി സംബന്ധമായിട്ടുള്ള പോളിസികൾ ഫോം ചെയ്യുക. അതൊക്കെ നമ്മൾ ആ ഫംഗ്ഷനകത്ത് എവിടെയൊക്കെയോ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കമ്മിറ്റി, നമുക്കറിയാം ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഫാർമസിയുടെ എല്ലാവിധ കാര്യങ്ങളും അവർക്ക് വേണ്ട ഗൈഡൻസും അതുപോലെ തന്നെ പിന്തുണ കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ്. തീർച്ചയായിട്ടും ഈ കമ്മിറ്റി എന്ത് ചെയ്തിരിക്കണം, ഫാർമസി സംബന്ധമായിട്ടുള്ള പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യണം, അല്ലെ. നയങ്ങൾ ഫോർമുലേറ്റ് ചെയ്യണം. അത് ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, അല്ലെ. കൃത്യമായിട്ട് അത് വിലയിരുത്തണം. പോളിസികൾ നടത്തുന്നത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? പോരാ, അത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം കേട്ടോ. പിന്നെ എന്താണ്? ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി. അതായത് ഈ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, ഫാർമസി പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ സുഗമമായിട്ട് നടക്കണമെങ്കിൽ ചെറിയ ഫണ്ടിങ്ങിന്റെ ആവശ്യം വരും, അല്ലെ. പൈസ, അല്ലെ, അതിന്റെ ആവശ്യം വരും. അത്തരം ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം, പ്രപ്പോസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ ഉത്തരവാദിത്തം, ആരുടെ ഫംഗ്ഷൻ ആണ്? ഈ ഒരു കമ്മിറ്റിയുടെ ഫംഗ്ഷൻ. കമ്മിറ്റി എന്ന് പറയുമ്പോൾ ശരി ഫാർമസിക്ക് ഒരു ബാക്ക് സപ്പോർട്ടാണ് ഈ കമ്മിറ്റി. അപ്പൊ ഈ ഫാർമസിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് അവിടുത്തെ ഫാർമസി ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുക, ഫണ്ടിങ് റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ഈ ഒരു കമ്മിറ്റിക്ക് ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നമുക്ക് വേണമെങ്കിൽ DIS എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്? ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം മരുന്ന് വിവര സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ്. അതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മരുന്നുകളുടെ, അതായത് മരുന്നുകളെ പറ്റിയുള്ള വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ, ഓക്കെ, മരുന്നുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ളതും അപ് ടു ഡേറ്റ് ആയിട്ടുള്ളതും സമഗ്രവുമായിട്ടുള്ള വിവരങ്ങൾ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് ലഭ്യമാക്കുന്ന, ഓക്കെ, അവർക്ക് ലഭ്യമാക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ സിസ്റ്റം തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന മരുന്നുകളുണ്ടല്ലോ, ആ മരുന്നുകളുടെ വിവരങ്ങൾ, ആ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും അക്യുറേറ്റ് ആയിട്ടുള്ളതും അപ് ടു ഡേറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടും വളരെ സമഗ്രമായിട്ടുള്ള ആ മരുന്നുകളുടെ വിവരങ്ങൾ എന്താണ് ഹെൽത്ത് കെയർ ആളുകൾ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഡോക്ടർ ആവാം, നഴ്സ് ആവാം, മറ്റ് ഫാർമസിസ്റ്റുകളാവാം, അല്ലെ, അവർക്ക് അത്തരം വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ DIS എന്ന് പറഞ്ഞ് ഷോർട്ട് ആക്കി നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു മരുന്ന് വിവര സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ക്ലിയർ ആയല്ലോ? അതാണ് ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അടുത്ത പോയിന്റ് ഇതാണ്, ടു ചെക്ക് ഓഫ് ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി. എന്താണ്? ഫാർമസി റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രഗിന്റെ ക്വാളിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരുന്നുകളുടെ ക്വാളിറ്റി ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അവരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്, അവരുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. പിന്നെന്താണ്?
ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതോടൊപ്പം തന്നെ മരുന്നുകളുടെ ആ ഒരു നിലവാരം അല്ലെ, ഡ്രഗ് സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ നിലനിർത്തുക. തോന്നിയ മരുന്നുകളല്ല, എല്ലാം ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം അല്ലെ, എഫിഷ്യൻസി ഉള്ള മരുന്നുകളായിരിക്കണം. അത്തരം മരുന്നുകൾ അതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് അതെല്ലാം അതായത് അങ്ങനെയുള്ള മുൻകൂട്ടി നിശ്ചയിച്ച ചില സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് ആ മരുന്നുകളുടെ ക്വാളിറ്റിയും സേഫ്റ്റിയും അതെല്ലാം ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ്. അതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാളിറ്റി കൺട്രോളും മരുന്നുകളുടെ നിലവാരമൊക്കെ നിലനിർത്താന്നുള്ളതും കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഓക്കെ, ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ് അല്ലെ, കാലഹരണപ്പെട്ട മരുന്നുകൾ എന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു അല്ലെ, പുതിയ മരുന്നുകൾ ചേർത്തിട്ട് പഴയ മരുന്നുകൾ ഇല്ലാതാക്കും. അപ്പൊ പല കാരണങ്ങളായിരിക്കാം, എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത്തരം കാലഹരണപ്പെട്ട മരുന്നുകളെയൊക്കെ ഡിസ്പോസ് ചെയ്യാം. ഇത്രയും നമ്മൾ കണ്ടത് ആരുടെ ഫങ്ഷൻസ് ആണ്? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ പോയിന്റ്? ഒന്ന്, ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുക. അപ്പൊ ഫോർമുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന് ഉപയോഗപ്പെടുത്തുന്ന എന്താ പറയാ മരുന്നുകളുടെ, അതും അംഗീകൃതമായിട്ടുള്ള മരുന്നുകൾ, തോന്നിയ മരുന്നുകളല്ല, അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ്, അതിനെയാണ് നമ്മൾ ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യാം. ശരിയായിട്ടുള്ള നിർമ്മാതാക്കളെയും വിതരണക്കാരെയും സംഭരണ രീതിയൊക്കെ തെരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ പുതിയ മരുന്നുകൾ ഫോർമുലറിയിൽ ചേർക്കുകയും കാലഹരണപ്പെട്ട അല്ലെങ്കിൽ ഫലപ്രദമല്ലാത്ത, സുരക്ഷിതമല്ലാത്ത പഴയ മരുന്നുകളെ നീക്കം ചെയ്യാം, ഇല്ലാതാക്കുകയും ചെയ്യാം. അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മരുന്ന് വിതരണം ഉറപ്പാക്കുക അല്ലെ, അവർക്ക് വളരെ സേഫ് ആയിട്ടും ക്വാളിറ്റിയിലും മരുന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇതിൽ ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? ഫാർമസി സംബന്ധമായിട്ടുള്ള നയങ്ങളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, വിലയിരുത്തുക. അതുപോലെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ, ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അത് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഫംഗ്ഷനാണ്. പിന്നെ ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം, മരുന്ന് വിവര സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ഫാർമസി റെക്കോർഡുകളും മരുന്നുകളുടെ ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ മരുന്നിന്റെ ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൺട്രോൾ ഒക്കെ നിലനിർത്തുക, എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകളെ ഡിസ്പോസ് ചെയ്യുക. ഇത്രയുമാണ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? കുറെ പേര് ലെഫ്റ്റ് അടിച്ചു പോവാണ്. കുറച്ച് ഭാഗങ്ങളും കൂടി ഇല്ലേ, 15 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യട്ടോ. അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽ ഫോർമുലറി കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണെന്നല്ല അവർ പറഞ്ഞത്, ഫോർമുലറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു കൊടുത്തത്. ഫോർമുലറി എന്താണുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അതൊന്ന് മനസ്സിലായി. ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് കേട്ടോ, ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ, അംഗീകൃതമായിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: നോ ഹോസ്പിറ്റൽ ഫാർമസി ക്യാൻ പെർഹാപ്സ് സ്റ്റോക്ക് എവരി മെഡിക്കേഷൻ that its concerned doctor may want to prescribe for their patients who are hospitalized. എന്താണ് അവിടെ പറഞ്ഞത്? അതായത് ഇപ്പൊ ഒരു ഡോക്ടർക്ക് അവരുടെ രോഗിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും ഫാർമസിയിൽ എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതൊരു ട്രൂത്താണ്. ഓക്കെ, ഇതൊരു ഫാക്റ്റ് ആണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു ഡോക്ടർക്ക് അവരുടെ ആ ഒരു എന്താ പറയാ രോഗികൾക്ക് അവര് പ്രിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും ആ ഫാർമസിയിൽ ഒരു പക്ഷെ എന്ത് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല, സ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അതറിയാവുന്ന ഒരു ഇതാണ്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് നോ ഹോസ്പിറ്റൽ ഫാർമസി ക്യാൻ പെർഹാപ്സ് സ്റ്റോക്ക് എവരി മെഡിക്കേഷൻ that its concerned doctor may want to prescribe for their patients who are hospitalized. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫോർമുലറി ഉണ്ട്, അത് പ്രകാരമുള്ള ഡ്രഗ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ദ മെഡിക്കേഷൻസ് that the hospital pharmacy stocks along with the information about each medication. എന്താണ് പറയുന്നത്? നമ്മളിപ്പോ പറഞ്ഞത് കമ്മിറ്റിയെ പറ്റിയിട്ട് അല്ലെ. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് അവിടെ എന്താണ് ആ ഒരു ഫാർമസിയിൽ സ്റ്റോക്ക് ഉള്ള അല്ലെങ്കിൽ ഫാർമസിയിലുള്ള
എല്ലാ മരുന്നുകളുടെയും ഓരോ മരുന്നുകളുടെയും വിശദ വിവരങ്ങൾ സഹിതം പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ സഹിതം അവരുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് കമ്മിറ്റിയുടെ കയ്യിൽ എന്താണ്? ഒരു കൂട്ടം ഈ പറയുന്ന ഫോർമുലറി ഉണ്ടായിരിക്കും. അതിനെയാണല്ലോ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ് ഉണ്ടായിരിക്കും. അത് വെറുതെ ഒരു ലിസ്റ്റ് മാത്രമാണോ? അല്ല, അതിനകത്ത് ഓരോ മരുന്നുകളുടെയും പൂർണ്ണമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ സഹിതം അവരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്താണ്? The committee that collects the information about the hospital formulary meets regularly to make the changes as necessary. കമ്മിറ്റി എന്ത് ചെയ്യും? ഈ ഹോസ്പിറ്റൽ ഫോർമുലറി സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും കമ്മിറ്റി കളക്ട് ചെയ്തിട്ട് ഗ്യാദർ ചെയ്തിട്ട് എന്ത് ചെയ്യും? അവര് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അവര് റെഗുലർലി എന്ത് ചെയ്യും? കൂടിച്ചേരും, മീറ്റ് ചെയ്യും, അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത്രയും അപ്ഡേറ്റഡ് ആയിട്ടാണ് അവരവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം ഓരോ ദിവസങ്ങൾ ചിലപ്പോൾ ചില പല നമ്മൾ തന്നെ വാർത്തയിൽ കാണാറുണ്ട്, അല്ലെ? ചില പുതിയ മരുന്നുകൾ വരുന്നു, മറ്റു ചില മരുന്നുകൾ നമ്മൾ ബാൻ ചെയ്ത് കളയുന്നു, അല്ലെ? ചിലതൊക്കെ പിന്നീട് റിസർച്ച് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ മരുന്നിന് പല മോശമായിട്ടുള്ള പല പാർശ്വഫലങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാവുമ്പോൾ ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും? റദ്ദാക്കും, ബാൻ ചെയ്യും, വിപണിയിൽ തന്നെ അത് റദ്ദാക്കും. അപ്പൊ എപ്പോഴും മരുന്നിന്റെ കാര്യത്തിൽ എന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അപ്ഡേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ കമ്മിറ്റി എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ നിന്ന് എല്ലാ വിവരങ്ങളും അവർ കളക്ട് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് അവർ എന്ത് ചെയ്യും? അവര് മീറ്റ് ചെയ്യാറുണ്ട്, കൂടിച്ചേരാറുണ്ട്. അത്രയും അപ് ടു ഡേറ്റ് ആയിട്ടാണ് ഓരോ ദിവസവും, റെഗുലർലി എന്നാണ് പറയുന്നത്, ഡെയിലി എന്നാണ് അവർ അപ് ടു ഡേറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ നാലാമത്തെ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്: ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻസ് ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ ടു ട്രീറ്റ് എ ഗിവൺ സിംപ്റ്റം ഓർ കണ്ടീഷൻ. ഇതാണ് അവിടെ പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഡോക്ടേഴ്സിനെ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഡോക്ടർക്ക് ഏതെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം അല്ലെ, രോഗാവസ്ഥയ്ക്ക് ഏതെല്ലാം മരുന്നുകളാണ് ആ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് ഡോക്ടറിനെ സഹായിക്കുന്നത് എന്താണ്? അത് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഫോർമുലറിയാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഡോക്ടർക്ക് ഒരു മരുന്ന് എഴുതണം. അപ്പൊ ആ മരുന്ന് ഒരു രോഗത്തിന്, ഒരു രോഗാവസ്ഥയ്ക്ക് അയാൾ എഴുതുന്ന മരുന്നുകൾ ആ ഫാർമസിയിൽ ലഭ്യമാണോ എന്ന് കണ്ടെത്താനായിട്ട് ആ ഡോക്ടറിനെ സഹായിക്കുന്നത് എന്താണ്? ഈ ഒരു ഫോർമുലറിയാണ് സഹായിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു രോഗാവസ്ഥയ്ക്ക്, ഒരു അസുഖത്തിന് ഏതെല്ലാം മരുന്നുകളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ ഡോക്ടറിനെ എന്ത് സഹായിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ ഫോർമുലറി സഹായിക്കുന്നുണ്ട്. അത് മാത്രമാണോ? അല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. They also check it to ensure that they do not prescribe the medications that can cause perilous interactions with other medications. അത് മാത്രമല്ല, മറ്റ് ചില മരുന്നുകളുമായിട്ടുള്ള ഇടപെടൽ മൂലം എന്താണ് അപകട സാധ്യത ഉണ്ടാക്കുന്ന ചില മരുന്നുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരം മരുന്നുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഡോക്ടറെ സഹായിക്കുന്നത് ഈ ഒരു ഫോർമുലറിയാണ്. പറഞ്ഞു മനസ്സിലായോ? പെരിലസ് എന്ന് പറഞ്ഞാൽ എന്താ? പെരിലസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡേഞ്ചറസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപകടകരമായിട്ടുള്ള ഇഫക്റ്റ് എന്നാണ് അർത്ഥം. അതായത് ഇപ്പൊ നമ്മൾ ഒരേ സമയം തന്നെ കഴിക്കുന്ന ഒരു 2-3 കൂട്ടം മരുന്നുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ചില മരുന്നുകൾ, അതിൽ തന്നെ ചില മരുന്നുകൾ മറ്റു ചില മരുന്നുകളായിട്ട് പ്രതിപ്രവർത്തിക്കും. ഈ പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും വിഷയം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാം, അങ്ങനെ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതാണ് പറയുന്നത്, മറ്റു മരുന്നുകളുമായുള്ള ഇടപെടൽ മൂലം എന്താണ് അപകട സാധ്യത ഉണ്ടാക്കുന്ന ചില മരുന്നുകൾ ഉണ്ടാവും. അതൊന്നും അങ്ങനെയുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നതും ഇത് തന്നെയാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഫോർമുലറിയാണ്. ഇത് പറഞ്ഞ ഒരു ഫോർമുലറി എങ്ങനെ ഡോക്ടറെ സഹായിക്കുന്നു? ഒന്ന്, ഏതെങ്കിലും ഒരു അസുഖത്തിന്, ഒരു രോഗാവസ്ഥയ്ക്ക് ഏതെല്ലാം മരുന്നുകളാണ് ആ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ ഡോക്ടറെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു മരുന്നുകളുമായിട്ട് ഇടപെടൽ മൂലം അപകട സാധ്യത ഉണ്ടാക്കുന്ന മരുന്നുകൾ എഴുതണില്ല, പ്രിസ്ക്രൈബ് ചെയ്യണില്ല എന്ന് ഡോക്ടർക്ക് ഉറപ്പുവരുത്താനും എന്ത് സഹായിക്കുന്നുണ്ട്? ഫോർമുലറി സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഫോർമുലറി ഡോക്ടറെ സഹായിക്കുന്നത്. നാലാമത്തെ പോയിന്റ് ഇതാണ്: ദ കമ്മിറ്റി സെലക്ട് മെഡിക്കേഷൻസ് ബേസ്ഡ് ഓൺ ദെയർ ഇഫക്റ്റീവ്നെസ്, their cost and the need for them at each particular hospital.
അതായത് നമ്മുടെ ഈ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, ഈ കമ്മിറ്റി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിസിൻസിനെ സെലക്ട് ചെയ്യുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ഫോർമുലറിക്കകത്ത് മെഡിസിൻസിനെ സെലക്ട് ചെയ്യുന്നത്? ഒന്ന് ബേസ്ഡ് ഓൺ ദ ഇഫക്റ്റീവ്നെസ്, അല്ലെ, ആ ഒരു മരുന്നിന്റെ ഫലപ്രാപ്തി. ഓക്കെ. രണ്ടാമത്തത് ദെയർ കോസ്റ്റ്, ആ മരുന്നിന് വരുന്ന ചെലവ് എത്രയാണ്. പിന്നെന്താണ് നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ. പിന്നെന്താണ് ആ ഒരു മരുന്നിന്റെ ഡിമാൻഡ്. ചില മരുന്നുകൾ നല്ല ഡിമാൻഡ് ഉള്ള മരുന്നുകളായിരിക്കും, അല്ലെ, ചിലതിന് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്മിറ്റി മെഡിക്കേഷൻസിനെ സെലക്ട് ചെയ്യുന്നത് ഒന്ന് അതിന്റെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി, ആ മരുന്നിന് എത്രത്തോളം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രത്തോളം എഫിഷ്യന്റ് ആണ്, അതുപോലെ അതിന്റെ കോസ്റ്റ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ സേഫ്റ്റി പറയാം, ക്വാളിറ്റി പറയാം, ഡിമാൻഡും പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവിടെ മെഡിസിൻസിനെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഹോസ്പിറ്റൽ ഫോർമുലറി സംബന്ധിക്കുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ശരി. അടുത്തത് കേട്ടോ, അടുത്തത് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം, തീരുന്ന പോയിന്റ്സുകൾ തീരട്ടെ, നോക്കാം കേട്ടോ. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പോയിന്റുകൾ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്, എന്താണ് ഇന്റന്റിങ് എന്നതുകൊണ്ട്? എന്താണ് റസിയ? ഫസ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലായില്ലേ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നോ ഹോസ്പിറ്റൽ ഫാർമസി ക്യാൻ പെർഹാപ്സ് സ്റ്റോക്ക് എവരി മെഡിക്കേഷൻ ദാറ്റ് ഇസ് കൺസേൺഡ് ഡോക്ടർ may want to prescribe for their patients who are hospitalized. അതൊരു പോയിന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് ഒരു ഡോക്ടറെ അവരുടെ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില മരുന്നുകൾ ഉണ്ടാവും. എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാൻ ഒരു ഫാർമസിക്ക് സാധിക്കില്ല. ഓക്കെ, അങ്ങനെ എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാൻ ഫാർമസിക്ക് സാധിക്കില്ല. ഓക്കെ, ഒരു ഫോർമുലറി ഉണ്ട്, ആ ഫോർമുലറി പ്രകാരം അവർ നോക്കും ഓരോ ഡിമാൻഡും പേഷ്യൻസിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള മരുന്നുകളാണ് ഫാർമസിയിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് മരുന്നുകൾ ഇങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ കൊണ്ട് അങ്ങനെ വെക്കില്ലാണ്. ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയോ? അതായത് ഒരു ഡോക്ടർക്ക് തന്റെ രോഗിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നൊന്നും ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. എന്താണ് ജെസില? ഓക്കെ. അതായത് നിങ്ങളുടെ പോർഷൻസ് ഒന്നും പെൻഡിങ് വരില്ല കേട്ടോ, നിങ്ങളുടെ പോർഷൻസ് പെൻഡിങ് വരില്ല. ഇപ്പൊ ഞാൻ എടുക്കുന്നത് മൊഡ്യൂൾ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ടീച്ചേഴ്സിന് ഓരോ പോർഷൻസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരവരുടെ ചാപ്റ്ററിൽ എടുക്കും കേട്ടോ. അതൊന്നും ഓർത്ത് നിങ്ങൾ എന്താ പറയാ ടെൻഷനൊന്നും ആവണ്ട, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററും മിസ് ആവില്ല കേട്ടോ. നമ്മൾ അത്രയും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, മൊഡ്യൂൾ 1 ചാപ്റ്ററിൽ തീർന്നിട്ടില്ല എന്ന് പറയുന്നത് എടുക്കുന്നുണ്ട്, വേറെ മിസ്സുമാർക്ക് കൊടുത്ത ചാപ്റ്റേഴ്സുകൾ ഉണ്ട് കേട്ടോ, അവർ ഓരോരുത്തർ എടുക്കും കേട്ടോ. എനിക്ക് മൊഡ്യൂൾ 1 അകത്ത് തന്ന ചാപ്റ്റേഴ്സ് ക്ലാസിഫിക്കേഷനും പിന്നെ എന്തായിരുന്നു ICU ആണ് എനിക്ക് തന്നത് മൊഡ്യൂൾ 1 വേറെ ചാപ്റ്റേഴ്സുകൾ എനിക്കല്ല തന്നെ മറ്റു ടീച്ചേഴ്സിനാണ് കൊടുത്തത്. ഓക്കെ, അതുകൊണ്ടാണ് എന്റെ ചാപ്റ്റർ അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നെ തന്ന ചാപ്റ്റേഴ്സ് എടുക്കണം മൊഡ്യൂൾ 2 അതുകൊണ്ടാണ് ഞാൻ മൊഡ്യൂൾ 2 ചാപ്റ്റേഴ്സ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ആ ചാപ്റ്റേഴ്സുകൾ അവരെടുക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല, എന്ന് വെച്ചാൽ ചാപ്റ്ററുകളൊന്നും മിസ്സിങ് വരില്ല കേട്ടോ, ചാപ്റ്ററുകളൊന്നും തന്നെ നിങ്ങൾക്ക് മിസ്സിങ് വരില്ല, അത് നിങ്ങൾ പേടിക്കാൻ വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു 2 പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നോക്കാം, അതിൽ നിന്ന് ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്. എന്താണ് ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്? ഇന്റന്റിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഇന്റന്റ് എന്ന് പറഞ്ഞാൽ കരാറ്, ഉടമ്പടി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്വസ്റ്റിംഗ് ഫോർ ദ മെഡിസിൻസ് കേട്ടോ. ഒരു മെഡിസിൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ദ റിക്വസിഷൻ ഫോർ ദ എന്താണ് മെഡിസിൻസ്. നമ്മൾ ഒരു മരുന്നുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ആരോട് റിക്വസ്റ്റ് ചെയ്യുന്നു? ഹോസ്പിറ്റൽ റിക്വസ്റ്റ് ചെയ്യുന്നു. ആരോട് റിക്വസ്റ്റ് ചെയ്യുന്നു? സപ്ലയേഴ്സിനോട്, അല്ലെ, വിതരണക്കാരുടെ അടുത്ത്. നമ്മൾ പറഞ്ഞല്ലോ മരുന്നുകൾ ചിലത് നമ്മൾ മാനുഫാക്ചർ ചെയ്യും, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ മാനുഫാക്ചർ ചെയ്യും. മറ്റു ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റേതെങ്കിലും കമ്പനികളിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മരുന്നുകൾ പർച്ചേസ് ചെയ്യൂലോ, മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതാണ് ഇന്റന്റിങ് ഉദ്ദേശിക്കുന്നത്. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്വസ്റ്റിംഗ് ഫോർ ദ മെഡിസിൻസ് ആണ്. മരുന്നുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
വേറൊന്നുമല്ല, ഇനി നമ്മൾ അടുത്ത ആഴ്ചയെ കാണുള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അറിയിക്കാണ്. നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിനി കാണില്ല എന്ന് വെച്ചാൽ നാളെ എനിക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അടുത്ത ആഴ്ച മിക്കവാറും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാവാം നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുകയാണ്. നല്ല ഹാപ്പി ആയിട്ട് ഫാമിലി ഒത്ത് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം. അപകടങ്ങളൊന്നും വരുത്തരുത്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് കേട്ടോ. ശരി, ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ആ ഓണത്തിന് ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ. പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. നിങ്ങൾ കുറെ കേക്കും വൈനും ഒക്കെ കഴിക്കുമല്ലോ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ എടുത്ത കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്.